ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഞാൻ ഈ കുളിച്ചൊരുങ്ങി നിൽക്കണം. ഒരുങ്ങിയല്ല ഗൈസ്, കുളിച്ച് നിൽക്കുന്നത് എൻ്റെ ഉണ്ണിക്കുട്ടൻ്റെ എൻ്റെ അപ്പച്ചിയുടെ മോൻ്റെ കല്യാണമാണ്. അപ്പം ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോവാണ്. എന്നോടാണ് സജഷൻ ചോദിച്ചത്. എനിക്ക് എറണാകുളത്ത് അങ്ങനെ കട അറിയില്ല. എൻ്റെ കല്യാണത്തിൻ്റെ ഡ്രസ്സ് തന്നെ ഞാൻ ഇവിടെ പോയി എടുത്തത്, കുത്തമ്പള്ളി പാലക്കാട്. അപ്പം നമ്മൾ അവിടെ പോയി എടുത്തുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുത്തെ ഇതൊന്നും അറിയത്തില്ല. എല്ലാവരും ജയലക്ഷ്മി കല്യാൺ സിൽക്സൊക്കെ പറയുന്നുണ്ട്. ഞാൻ കുറേ വീഡിയോ ഒക്കെ നോക്കി, യൂട്യൂബിൽ നോക്കി. അങ്ങനെ ജയലക്ഷ്മിയിൽ അത്യാവശ്യം ലോ ബഡ്ജറ്റ് തൊട്ട് ഹൈ ബഡ്ജറ്റ് വരെ ഉണ്ടെന്ന് കേട്ട് അങ്ങനെ ഞങ്ങൾ ജയലക്ഷ്മി സെലക്ട് ചെയ്ത് അവർക്ക് കൊടുത്തു. അവരപ്പം ജയലക്ഷ്മി പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ജയലക്ഷ്മി പോയിട്ട് കളക്ഷൻ ഇല്ലെങ്കിൽ പോത്തീസിൽ പോകാം. പോത്തീസിൽ കുറച്ചുകൂടെ റേറ്റ് കൂടുതലാണെന്നാണ് എനിക്ക് ജയലക്ഷ്മിനെ കിട്ടിയ അറിവ്. അത് യൂട്യൂബിൽ നിന്ന് കിട്ടിയത് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ പോകാൻ പോവാണ് ഗൈസ്. ഞാൻ രാവിലെ തന്നെ കുളിച്ചുകൊണ്ട് എനിക്ക് ചെറിയൊരു വേദനയുണ്ട്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അത് ഇടയ്ക്കുള്ളതാണ്. ഞാൻ ഇപ്പം സമയം മാറി കുളിച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ തലവേദന എടുക്കും. അപ്പം ചിലപ്പോൾ എനിക്ക് ട്രെയിനിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റൂല എന്ന് തോന്നുന്നു. തലവേദന എടുത്താൽ ഞാൻ പിന്നെ പൊങ്ങത്തില്ല. എനിക്ക് ഇനി മരുന്ന് കിട്ടണ വരെ ഞാൻ ഇങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ മാറും. അപ്പം ടൈഗർ ബാമൊക്കെ ഒന്ന് പുരട്ടി നോക്കാം. മാറിയില്ലെങ്കിൽ അവിടെ ചെന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് മരുന്ന് കഴിക്കേണ്ട വരും. അത്ര നേരം ഞാൻ പിടിച്ചിരിക്കേണ്ട വരും. നമ്മൾ എറണാകുളത്ത് എത്തി നേരെ ഫുഡ് കഴിക്കാനായിട്ട് കയറി സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിലാട്ടോ കയറിയത്. എനിക്ക് തലവേദന വരാതിരിക്കാനാണ് ഞാൻ കുളിച്ചതെങ്കിലും എനിക്ക് പക്ഷേ ഭയങ്കരമായിട്ട് തലവേദന കൂടി. മേ ബി ചിലപ്പോൾ എനിക്ക് ഉറങ്ങാത്തതിൻ്റെ ആയിരിക്കും. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഇനി ഗുളിക കഴിക്കാമെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കുകയായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ നേരെ നടന്നിട്ടാണ് പോയത്. അപ്പോൾ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് കുറച്ച് നടക്കാനേ ഉള്ളതെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ്. പക്ഷേ ഒന്നൊന്നര നടപ്പുണ്ടായിരുന്നു ഗൈസ്. ഞങ്ങൾ ആകെ ക്ഷീണിച്ചാണ് ജയലക്ഷ്മിയുടെ അവിടെ ചെന്നത്. പല പ്ലാനിങ് ഉണ്ടായിരുന്നെങ്കിലും അറ്റ്ലാസ്റ്റ് നമ്മൾ എത്തിയത് ജയലക്ഷ്മിയിലാണ്. തലേ ദിവസം ഞാൻ യൂട്യൂബ് വീഡിയോ നോക്കിയിട്ടാണ് ഗൈസ് ഇത് ഞാൻ പറഞ്ഞു കൊടുത്തത്. കാര്യം എനിക്ക് ജയലക്ഷ്മിനെ പറ്റി അറിയില്ല. ഞാൻ യൂട്യൂബിൽ കുറേ വീഡിയോ നോക്കിയിട്ട് നമുക്ക് ഓക്കെ ആണെന്ന് തോന്നിയിട്ടാണ് ഇത് പറഞ്ഞു കൊടുത്തത് കേട്ടോ. നിങ്ങൾ എന്ത് ഡ്രസ് എടുക്കണ്ടേ? കല്യാണ ഡ്രസ്? ആരുടെ കല്യാണോ? ആരുടെ കല്യാണമാണ്? താങ്കൾക്ക് എന്ത് ഡ്രസ്സാണ് വേണ്ടത്? ഇല്ല എടുക്കും. അത്രയും നടന്നതിൻ്റെ ക്ഷീണത്തിലാണ് എല്ലാവരും അവിടെ കുറച്ച് നേരം ഇരുന്നിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറിയത് കേട്ടോ. ഈ ഷോ ചെയ്തിട്ടിരിക്കുന്ന സാരിയാണ് നമ്മൾ നോക്കി വന്നത്. അതൊരു 13K ആയിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. അത്രയും റേഞ്ചിൽ നമുക്കൊരു 10Kയുടെ ഉള്ളിൽ നിൽക്കണ ഒരു രീതിയിലാണ് നമ്മൾ നോക്കി വന്നത്. പക്ഷേ എൻ്റെ പൊന്നോ, ഞാൻ ഇവിടെ വന്നപ്പോൾ അന്തിച്ചു പോയി. അതുപോലെ മോസ്റ്റ് ഓഫ് കളക്ഷൻസാണ് സാരിക്കുള്ളത്. ഇഷ്ടം പോലെ കളക്ഷൻ. അത് ലോ ബഡ്ജറ്റ് തൊട്ട്, നിങ്ങളൊരു ലോ ബഡ്ജറ്റാണ് ഉദ്ദേശിക്കുന്നത്, ഒരു 5000-ൻ്റെ ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്, അത് തൊട്ടുണ്ട് ഗൈസ്. ഇവിടെ എല്ലാം ഉണ്ട്. ഇത് ഏകദേശം ഒരു 19 രൂപ. ഇത് ഒരു ഇടയ്ക്ക് വെറൈറ്റിയാണ്. ഇപ്പോഴും വെറൈറ്റി ആണെന്ന് തോന്നുന്നു, പീക്കോക്ക് ബ്ലൂ കളർ. അതുപോലെ തന്നെ ഇഷ്ടം പോലെ അത് ഈ ഒരു സാരി ഉണ്ടോ, ഇത് ഏകദേശം 5000-ൻ്റെ അടുത്ത്. അതെ, 5250 രൂപയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ലോ ബഡ്ജറ്റ് തൊട്ട് പർച്ചേസ് ചെയ്യാട്ടോ. ഇപ്പോൾ കല്യാണ പെണ്ണല്ലാതെ എടുക്കുന്നുണ്ട്. നമ്മളെ മനസ്സിലും അവളുടെ മനസ്സിലും ഇതൊക്കെയായിരുന്നു ഈ കളർ. നമ്മൾ കാണിച്ചു കൊടുത്തു. നല്ല രസമാണ്. കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. സത്യം പറഞ്ഞാൽ ഏറ്റവും അത്ഭുതമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ 5 മിനിറ്റിനുള്ളിൽ സാരി എടുത്തു. എൻ്റെ സാരിയൊക്കെ ഞാൻ കുറേ തിരഞ്ഞു പിടിച്ചിട്ടാട്ടോ എടുത്തത്. ഈ ചേച്ചി നമ്മളോട് റിസപ്ഷൻ്റെ ഡ്രസ്സിൻ്റെ കാര്യമായിട്ടോ ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പം നമ്മൾ തയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ റിസപ്ഷൻ ലെഹങ്കാസ് ഉണ്ട്. 3000 തൊട്ട് സ്റ്റാർട്ടിങ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടം പോലെ ലെഹങ്കയാട്ടോ കാണിച്ചു തന്നത്. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഒരു 3000, 4000 ഒക്കെ നല്ല വർക്കുള്ള ലെഹങ്കാസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വീട്ടിലും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു ലെഹങ്ക ഉണ്ടോ, ഇത് ഡബിൾ ഷെയ്ഡ് വന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതൊക്കെ റേഞ്ച് കൂടുതലാണ്. അത് ഇപ്പോൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള ലെഹങ്ക കേട്ടോ. ഇതിപ്പം അൺസ്റ്റിച്ചഡ് ആയിട്ടുള്ള ലെഹങ്കയാണ്. അപ്പോൾ കുറേ സാധനങ്ങൾ, കുറേ ലെഹങ്കാസ് അങ്ങനെ കാണിച്ചു കേട്ടോ. കുറേ ലെഹങ്ക പല കളറിലുള്ള, പിന്നെ കുറേ പേസ്റ്റൽ കളേഴ്സാണ് കൂടുതൽ വരുന്നത്. ഇപ്പോൾ എല്ലാവർക്കും പേസ്റ്റൽ കളേഴ്സ് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഡാർക്ക് കളേഴ്സ് ഒന്നും വരാത്ത പേസ്റ്റൽ കളേഴ്സിലാണ്. ഈ ഗ്രീനും ആണെങ്കിലും ഫുള്ള് വർക്കൗട്ടോ. ഇതൊരു 4000 ഉള്ളൂ.
നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഒരു ബ്ലൂ കളർ കേട്ടോ. അപ്പോൾ ഇതിൽ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. എനിക്കും പച്ച കുറച്ചുകൂടെ ബ്രൈറ്റ് തോന്നി ഫേസിൽ. നിനക്ക് ഏതാ ഇഷ്ടമുള്ളത്? ഏതാ ഇഷ്ടപ്പെട്ട? പച്ച 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 പിസ്ത പച്ച. ലെഹങ്കയിലെല്ലാം പേസ്റ്റൽ കളേഴ്സാണ് വരുന്നത്. നമ്മൾ ഓൾറെഡി ഡാർക്ക് എടുക്കാമെന്ന് പറഞ്ഞാൽ പോയത്, പക്ഷേ ഈ പേസ്റ്റൽ കളർ തമ്മിൽ നമുക്ക് ഭയങ്കര ഡിഫറൻസ് തോന്നും. പക്ഷേ ഏതെടുക്കണമെന്ന് ഭയങ്കര കൺഫ്യൂസ്ഡും ആയി. അല്ലാതെ നമ്മൾ ഗ്രീൻ ആട്ടോ എടുത്തത്. ഇഷ്ടപ്പെട്ടാ? സമാധാനായി.